Electric drives. System used for motion control are called drives. Example, gas engine, petrol engine, turbines, electric motors, etc. Drives employing electric motors are known as electrical drives. നമ്മൾ ഡ്രൈവ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? മോഷൻ കൺട്രോളിന് വേണ്ടിയാണ് ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡ്രൈവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. ദ സിസ്റ്റം യൂസ്ഡ് ഫോർ മോഷൻ കൺട്രോൾ ആർ കോൾഡ് ഡ്രൈവ്സ്. Drives employing electric motors are known as electrical drives. Block diagram of electrical drive. It consists of source, power modulator, motor, load, sensing unit and control unit. ഇതാണ് ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലോഡ് മേ ബി ഫാൻ, പമ്പ്, റോബോട്ട് എക്സെട്ര ആൻഡ് എ മോട്ടോർ ദാറ്റ് മീറ്റ്സ് ലോഡ് റിക്വയർമെന്റ് ആർ ചൂസൺ. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോഡ് എന്ന് പറയുന്നത് ലേത്ത് മെഷീൻസ് ആവാം, ഡ്രിൽ മെഷീൻസ് ആവാം, പമ്പ് ആവാം. ഇതിന്റെയൊക്കെ ഷാഫ്റ്റ് ഒരു മോട്ടോറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതിൽ മോട്ടോർ കറങ്ങുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ ലേത്ത് മെഷീൻ ആണെങ്കിൽ ലേത്ത് മെഷീൻ, അല്ലെങ്കിൽ പമ്പ് ആണെങ്കിൽ പമ്പ്, ലിഫ്റ്റ് അല്ലെങ്കിൽ ഡ്രിൽ മെഷീൻ ആണെങ്കിൽ ഡ്രിൽ മെഷീൻ അത് വർക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? മോട്ടോറിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിനെയും കൺട്രോൾ ചെയ്യാം. To control the motor, power supply to motor is adjusted using power modulator. ഇതിൽ ഈ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു പവർ മോഡുലേറ്റർ. പവർ മോഡുലേറ്റർ എന്ത് ചെയ്യും? മോട്ടോറിനകത്തുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യും. അപ്പൊ ഇതിനനുസരിച്ച് മോട്ടോർ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ലോഡും അതിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. ഇതിനകത്തുള്ള പവർ മോഡുലേറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താവാം? കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻവേർട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ചോപ്പേഴ്സ് ആവാം. ഏത് മോട്ടോറാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പവർ മോഡുലേറ്റേഴ്സ്. എ കൺട്രോൾ യൂണിറ്റ് കൺട്രോൾസ് പവർ മോഡുലേറ്റർ ആൻഡ് ഹെൻസ് കൺട്രോൾ ദി മോട്ടോർ ഓപ്പറേഷൻ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മോട്ടോറിന്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനാണ് പവർ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പവർ മോഡുലേറ്ററിൽ ഈ മോട്ടോറിന്റെ ഔട്ട്പുട്ട് ഒരു സെൻസിങ് യൂണിറ്റ് വെച്ച് സെൻസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയ സിഗ്നല് എന്ത് പ്രൊവൈഡ് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും മോഡുലേറ്റർ മോട്ടോറിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ആർ ഫ്ലെക്സിബിൾ, ക്ലീൻ, ഹൈ എഫിഷ്യൻസി, നോ നീഡ് ഓഫ് റീഫ്യൂവൽ ഓർ വാം അപ്പ്, വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് ആൻഡ് ടോർക്ക് കൺട്രോൾ ആർ അവൈലബിൾ ആൻഡ് ഈസി സ്റ്റാർട്ടിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ് എക്സെട്ര. ഇതിൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ക്ലീൻ, ഹൈ എഫിഷ്യൻസി, നോ നീഡ് ഓഫ് റീഫ്യൂവൽ ഓർ വാം അപ്പ്, വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് ആൻഡ് ടോർക്ക് കൺട്രോൾ അവൈലബിൾ, ഈസി സ്റ്റാർട്ടിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ്. ബിക്കോസ് ഓഫ് ദീസ് അഡ്വാൻറ്റേജസ് ദേ ആർ വൈഡ്ലി യൂസ്ഡ്. ഇതിൽ ഇലക്ട്രിക്കൽ ഡ്രൈവ്സിന്റെ അഡ്വാൻറ്റേജസ് 2 പോയിന്റ് പഠിച്ചു വെക്കുക. ഇതിനകത്ത് നമ്മൾ ഏത് ഇലക്ട്രിക്കൽ മോട്ടോറാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്. ഒന്ന് AC ഡ്രൈവ്, സെക്കൻഡ് വൺ DC ഡ്രൈവ്. ഡിപ്പെൻഡിംഗ് ഓൺ ദി ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോർ, ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഈസ് ക്ലാസിഫൈഡ് ആസ് AC ഡ്രൈവ് ആൻഡ് DC ഡ്രൈവ്. DC drive employs DC motor. It has advantages of easy speed control. But as compared to AC motor, it has higher cost and weight and also need for frequent maintenance due to the presence of brush and commutator. ഇതിൽ നമ്മൾ DC മോട്ടോർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ എന്താ പറയുക? ഡ്രൈവ് സിസ്റ്റത്തിനാണ് DC ഡ്രൈവ് എന്ന് പറയുക. ഇനി AC മോട്ടോർ ഡ്രൈവ് എങ്ങനെയായിരിക്കും? AC motor drive uses induction motor, synchronous motors, etc. AC motors are more economical. Squirrel cage type induction motors have robust construction and requires very less maintenance. Because of various advantages of AC drives over DC drives, AC drives are becoming popular. ഇതിനകത്ത് നമ്മൾ DC മോട്ടോർ, ഒരു ഡ്രൈവ് സിസ്റ്റത്തിനകത്ത് DC മോട്ടോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് DC ഡ്രൈവ് സിസ്റ്റം. അതേപോലെ നമ്മൾ AC മോട്ടോർ, ഇൻഡക്ഷൻ മോട്ടോറോ സിങ്ക്രോണസ് മോട്ടോഴ്സ് എല്ലാം വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനാണ് എന്ത് പറയുക? AC മോട്ടോർ ഡ്രൈവ്സ്. ഇതില് ഈ DC ഡ്രൈവും AC ഡ്രൈവും കമ്പയർ ചെയ്യുന്ന സമയത്ത് AC ഡ്രൈവ് എന്ന് പറയുന്നത് എന്താ? AC ഡ്രൈവിനാണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ AC ഡ്രൈവ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഇതിലാദ്യം പഠിക്കേണ്ടത് DC ഡ്രൈവ്സ്.
DC motor find application in adjustable speed drives. Speed below rated speed can be obtained by varying armature field and speed above rated speed can be obtained by varying field flux. Phase controlled rectifiers, choppers are used for speed control of DC motor. Controlled rectifiers provide variable DC voltage from fixed AC input voltage. Choppers provide variable DC voltage from fixed DC voltage. ഇതിനകത്ത് ഡി സി ഡ്രൈവിൽ എന്താ നമ്മൾ ഡി സി മോട്ടോഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇതിൽ നമ്മൾ സ്പീഡ് കൺട്രോളിന് വേണ്ടി ഡി സി മോട്ടോഴ്സ് ആയിരിക്കും ഒരു ഡി സി ഡ്രൈവിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത് ബിലോ റേറ്റഡ് സ്പീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടായിരിക്കും. ഇനി സ്പീഡ് എബോവ് റേറ്റഡ് സ്പീഡാണ് കൺട്രോൾ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഫീൽഡ് ഫ്ലക്സ് വാരി ചെയ്തിട്ടായിരിക്കും സ്പീഡ് കൺട്രോൾ ചെയ്യുക. ഇതിനകത്ത് നമ്മൾ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സോ ചോപ്പേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഡി സി മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ റെക്ടിഫയേഴ്സ് എന്താ ചെയ്യുന്നത്, കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത് വേരിയബിൾ ഡി സി വോൾട്ടേജ് നമുക്ക് എ സിനെ ഒരു വേരിയബിൾ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡി സി ചോപ്പേഴ്സ് എന്താ ചെയ്യുക, ഫിക്സ്ഡ് ഡി സിന്ന് വേരിയബിൾ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ചോപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സും ചോപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡി സി മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലെ ഡി സി ഡ്രൈവ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഫേസ് ഡി സി ഡ്രൈവ്സ്, 3 ഫേസ് ഡി സി ഡ്രൈവ്സ്, ചോപ്പർ ഡ്രൈവ്സ്. ഈ 3 ക്ലാസിഫിക്കേഷനാണ് ഡി സി ഡ്രൈവിനകത്തുള്ളത്. സിംഗിൾ ഫേസ് ഡി സി ഡ്രൈവ്സ്, 3 ഫേസ് ഡി സി ഡ്രൈവ്സ്, ചോപ്പർ ഡ്രൈവ്സ്. പിന്നെ ഇതിനകത്ത് സിംഗിൾ ഫേസ് ഡി സി ഡ്രൈവ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺവേർട്ടഡ് ഡ്രൈവ്, സിംഗിൾ ഫേസ് സെമി കൺവേർട്ടഡ് ഡ്രൈവ് ഓർ സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടർ. തേർഡ് ക്ലാസിഫിക്കേഷൻ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടഡ് ഡ്രൈവ്. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടഡ് ഡ്രൈവ്. ഇതിൽ സിംഗിൾ ഫേസ് ഡി സി ഡ്രൈവ്സിന്റെ ക്ലാസിഫിക്കേഷൻ സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺവേർട്ടഡ് ഡ്രൈവ്, സിംഗിൾ ഫേസ് സെമി കൺവേർട്ടഡ് ഡ്രൈവ്, സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടഡ് ഡ്രൈവ്, സിംഗിൾ ഫേസ് ഡ്യുവൽ കൺവേർട്ടഡ് ഡ്രൈവ്. ഇത്രയാണ് പഠിക്കാനുള്ളത്.